വക്കീലേ, ഇവനാണ് നമ്മുടെ തുറുപ്പുചീട്ട്. ഇവൻ കോടതിയിൽ വാ തുറന്ന പിന്നെ സച്ചിയുടെ അധ്യായം അവിടെ തീരും. സന്ദീപേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോന്ന്? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സച്ചിയുടെ വക്കീല് കോടതിയിൽ ചോദ്യം ചോദിക്കുമ്പോ ഒന്നും തെറ്റിപ്പോരുത്. കോടതിയില് നീ പറയുന്ന വാക്കില ഈ ഏടത്തിയുടെ ഇനിയുള്ള ജീവിതം. ഏടത്തി അതോ പേടിക്കണ്ടോ? ആ വക്കീല് പെണ്ണുപിള്ള എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ, പറയേണ്ട ഉത്തരങ്ങള് മണിയായിട്ട് ഞാൻ പറയും. എന്റെ ഏട്ടത്തിക്ക് ദോഷം വരുന്ന ഒന്നും ഈ സന്ദീപിന് നാവിന്ന് വീഴില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നിന്റെ സ്വന്തം ഏട്ടനെ അപ്പുറത്ത്, അത് ഓർമ്മ വേണം. പിന്നെ സ്വന്തം ഏട്ടൻ പോലും. ആ ബന്ധമൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചു കളഞ്ഞതാ. ഏട്ടനാണത്ര. അയാള് എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. സ്വന്തം കുടുംബത്തിനെതിരെ നിൽക്കരുത് പോലും. എന്റെ കുടുംബം ഏതേ ഇപ്പൊ ഇതാ. ഏട്ടത്തെയാണ് എന്റെ ദൈവം. കോടതിയിൽ ഏട്ടത്തി ഈ കേസ് ജയിച്ചിരിക്കും. സന്ദീപ് ഒരു വാക്ക് പറഞ്ഞാലേ അതിനൊരു മാറ്റവും വരില്ല. സന്ദീപേ, ഇത് കളിയല്ല. കോടതിയിൽ കയറുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കുറെ കോടതി കണ്ടിട്ടുള്ളതാ വക്കീലെ. പക്ഷെ ഈ അവസ്ഥയിൽ മദ്യപിച്ചുകൊണ്ട് കോടതിയിൽ വരാൻ പാടില്ല. ചിലപ്പോ പിടിച്ചകത്തിടും. പിന്നെ അതൊക്കെ സന്ദീപ് സാറ് ചെയ്തോളും. കോടതിയിൽ വരുമ്പോ സാറ് മദ്യപിക്കില്ല, അല്ലേ സാറേ? വളരെ പക്വതയോടെ വേണം കോടതിയിൽ സംസാരിക്കാൻ. സച്ചി ആകെ മാനസിക നില തെറ്റിയ നിലയിലാണെന്നും അയാളുടെ വാദങ്ങൾ വെറും കെട്ടുകഥകളാണെന്നും നമ്മൾ തെളിവ് സഹിതം സമർത്ഥിക്കണം. സന്ദീപേ, വക്കീല് പറഞ്ഞ സന്ദീപിന് മനസ്സിലായോ? ഏട്ടത്തി വിഷമിക്കണ്ട. കോടതിയിൽ പറയാനുള്ളതല്ല എന്റെ മനസ്സിൽ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അയാളോടുള്ള എന്റെ എല്ലാ കളിയും ഞാൻ കോടതി വെച്ച് തീർക്കും. വക്കീലെ, തനിക്കറിയോ 10 വർഷം തോന്നുമ്പോ കള്ളുടിച്ചിട്ട് കയറി വരാൻ ഇത് വഴിയമ്പലല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അധികം വർത്താനൊന്നും വേണ്ട. എന്താണ് തീരുമാനം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സ്വന്തം കുടുംബത്തിനോടുള്ളതിനേക്കാൾ കൂറ് അങ്ങോട്ടേക്കായി പോയാലോടാ നിനക്ക്. ആ അവധിയോട് അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? പുകഞ്ഞ പുള്ളി പുറത്ത്. അത് മകനായാലും ശരി, ഭർത്താവായാലും ശരി. പറയ്, അവന്തികയുടെ വാലാട്ടി പട്ടിക്ക് എന്ത് തീരുമാനം അറിയണ്ട? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ എടി പൊടി വിളിക്കാൻ താൻ ആരാടോ? അതിനുള്ള മറുപടി നിന്റെ കഴുതി കിടക്കുന്ന ഈ താലി പറയും. ഇതിന്റെ ബലത്തിൽ ഇവിടെ കയറി വന്ന് എന്നോട് അധികാരം കാണിക്കണ്ട. ഇതിനുള്ള അവകാശം ഇനി നിനക്കില്ല. അവന്തികയ്ക്കുള്ള മറുപടി ഞങ്ങൾ കോടതിയിൽ കൊടുത്തോളാം. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്കിയേ. മര്യാദയ്ക്ക് നിങ്ങൾ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവന്തികേടത്തേക്ക് അനുകൂലമായിട്ട് കോടതിയിൽ ഞാൻ മൊഴി മാറ്റി പറയും. നിങ്ങൾ മൊഴിമാറ്റി പറയല്ലേ? ആർക്ക് വേണ്ടിട്ടാ നിങ്ങൾ മൊഴിമാറ്റി പറയുന്നേ? നമ്മുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായ അവന്തികയ്ക്ക് വേണ്ടിട്ടോ? ഓർമ്മയുണ്ടോ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന്? നമുക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് നമ്മൾ പിടിച്ചിറക്കി വിട്ടപ്പോ നെല്ലിശ്ശേരി വീടിന്റെ മുറ്റത്ത് കുഴഞ്ഞു വീണതാ നമ്മുടെ അച്ഛൻ. ആശുപത്രി പോവാൻ ഒരു വണ്ടി തൊടാൻ പോലും അന്ന് അവള് സമ്മതിച്ചില്ല. ചങ്ക് പൊട്ടി മരിച്ച നമ്മുടെ അച്ഛനെ പോലും നിങ്ങൾ മറന്നുപോയല്ലോ.
നിങ്ങൾ എന്റെ കൂടെപ്പിറപ്പാണെന്ന് ഓർക്കാൻ പോലും എനിക്ക് നാണക്കേടാ. അറപ്പും വെറുപ്പുവാ. ആ നശിച്ചവളുടെ വക്കാലത്തുമായിട്ട് മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്. കാര്യം അവരെന്റെ ചേച്ചിയാ. പക്ഷേ അവരെ എനിക്കറിയുന്നത് പോലെ നിനക്കറിയില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാ കൊന്നു തള്ളി എവിടെങ്കിലും വലിച്ചെറിയും അവര് നിന്നെ. ദേ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതിന് നീ ബുദ്ധിമുട്ടണ്ട. നിനക്കേ അവന്തികേട്ടത്തിയുടെ അസൂയ, മുഴുത്ത അസൂയ. നെല്ലിശ്ശേരി കുടുംബത്തിലെ അവസാനത്തെ ആളിന്റെ മരണമാ അവരുടെ ലക്ഷ്യം. ഇനി നീയും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ മോളുടെ കഴുത്ത് നീ കെട്ടിയ ഈ താലി വിവാഹമോചനത്തിന്റെ വിധി വരുമ്പോ നിനക്ക് തന്നെ തിരിച്ചു തന്നേക്കാം. എന്നിട്ട് ഇതും കൂടെ കൊണ്ടുപോയി വിറ്റ് തൊലച്ച് കള്ളു കുടിച്ചിട്ട് നീ ഏതെങ്കിലും വഴി പോയി വീണ് ചത്തൊടുക്ക്.